പിന്നെ അനുഗ്രഹം വാങ്ങാൻ വന്നതാണ്. നേരത്തെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളത്തിലെ ഓരോ പാർട്ടി പ്രവർത്തനം ആഗ്രഹിക്കുന്ന അതിശക്തമായിട്ടുള്ള നിലപാട്. ഇപ്പോൾ താങ്കൾ ഇച്ചിരി ഒന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് അറിയാൻ വേണ്ടി പിന്നെയും വളച്ചും ഓടിച്ചും ഒക്കെ ചോദിച്ചു നോക്കിയിട്ടും പാർട്ടി താല്പര്യങ്ങൾ മുൻനിർത്തി തന്നെയാണ് അദ്ദേഹം സംസാരിച്ചത്. ഇപ്പം പാർട്ടിയുടെ ചുമതല ഏൽപ്പിച്ചപ്പോൾ എൻ്റെ APC പ്രസിഡൻ്റായിരുന്നു, നേതൃത്വ കോൺഗ്രസ് പ്രസിഡൻ്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ്. പാർട്ടിയുടെ ഏറ്റവും ഉന്നതമായ ബോഡി നമ്മൾ പ്രതികരിക്കുന്നത്. ഇപ്പം ചേഞ്ച് ചെയ്യപ്പെട്ട അനേകം KPC പ്രസിഡന്റുമാർക്കൊന്നും അങ്ങനെ ഒരു എസ്കലേഷൻ പാർട്ടി പെട്ടെന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ആ പദവിയിലിരിക്കുന്ന ഒരാൾ, സീനിയർ ആയിട്ടുള്ള ഒരാൾ, നമ്മുടെ ഫൈറ്റിൻ്റെ മുഖമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരനുഗ്രഹം ബ്ലെസ്സിങ്സ് ഉണ്ടാവുക എന്നുള്ളത് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് മുന്നോട്ട് ഏറ്റവും വലിയ കരുത്താണ്. അപ്പോൾ അദ്ദേഹം കൂടെ ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തെ ഇതിൽ നിന്ന് എടുത്തു മാറ്റമല്ല, അദ്ദേഹം കൂടെ ലീഡ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ഒരു ടീമായി അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഒറ്റക്കെട്ടായി പാർട്ടി പ്രവർത്തകരുടെ, ഇപ്പോൾ അതാ ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോവാണ്. അതിലാരാ ഫേസ് ചെയ്യുന്നത്? പാർട്ടിക്ക് വേണ്ടി വീട് കയറി ഇറങ്ങുന്നവൻ മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്.